നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മിൽമ പാലിന്റെ വില കൂട്ടി. മിൽമയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് യോഗത്തിലായിരുന്നു തീരുമാനം. 4 രൂപയാണ് കൂട്ടിയത്. ഇതോടെ സംസ്ഥാനത്ത് മിൽമ പാൽ 1 ലിറ്ററിന് 56 രൂപയായി ഉയരും. ഏറെ നാളായി ക്ഷീര കർഷക സംഘടനകളും സൊസൈറ്റികളും ആവശ്യപ്പെടുന്നതാണ് ഈ വില വർധനവ്. ലിറ്ററിന് 4 രൂപയാണ് കൂട്ടിയത്. ഇന്ന് ചേർന്ന മിൽമ ഡയറക്ടർ ബോർഡിലാണ് തീരുമാനം. ജൂൺ 1 മുതൽ വില പ്രാബല്യത്തിൽ വരും. നേരത്തെ പാൽവില കൂട്ടുമെന്ന് വിവരം പുറത്തുവന്നിരുന്നു. ലിറ്ററിന് 4 മുതൽ 6 രൂപ വരെ കൂട്ടണമെന്നായിരുന്നു മിൽമയുടെ ആവശ്യം. കാലിത്തീറ്റ വിലയും ഉൽപാദന ചെലവും കുത്തനെ ഉയർന്ന സാഹചര്യത്തിൽ പാൽവില കൂട്ടി കർഷകരെ സഹായിക്കണമെന്ന് മേഖലാ യൂണിയനുകൾ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പായതിനാൽ വില വർധനയ്ക്ക് സർക്കാർ അനുമതി നൽകിയിരുന്നില്ല. മിൽമയുടെ നിരന്തര ആവശ്യം പരിഗണിച്ചാണ് പാൽവില കൂട്ടാനുള്ള അനുമതി നൽകിയത്. ലിറ്ററിന് 4 മുതൽ 6 രൂപ വരെ വർദ്ധിപ്പിക്കാമെന്ന് ഇത് സംബന്ധിച്ച് പഠിക്കാൻ നിയോഗിച്ച 3-അംഗ വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിരുന്നു. കഴിഞ്ഞ ഏപ്രിലിൽ ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനു ശേഷം വില വർദ്ധിപ്പിക്കാൻ മിൽമ തത്വത്തിൽ തീരുമാനമെടുക്കുകയും കഴിഞ്ഞ LDF സർക്കാർ ഇതിന് ഔദ്യോഗിക അംഗീകാരം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പും പെരുമാറ്റച്ചട്ടവും നിലവിലുണ്ടായിരുന്നതിനാലാണ് വില വർധന നടപ്പാക്കുന്നത് ജൂൺ മാസത്തേക്ക് മാറ്റിവെച്ചത്. പുതുതായി വർദ്ധിപ്പിച്ച 4 രൂപയിൽ സിംഹഭാഗവും ക്ഷീര കർഷകരിലേക്ക് നേരിട്ടെത്തുന്ന രീതിയിലാണ് ഇതിന്റെ വിഹിതം മിൽമ നിശ്ചയിച്ചിരിക്കുന്നത്. പുതുക്കിയ വർധന പ്രകാരമുള്ള തുകയിൽ 83.75% വിഹിതവും ക്ഷീര കർഷകർക്ക് ലഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് 1 ലിറ്റർ പാലിന്മേൽ 3 രൂപ 33 പൈസ മുതൽ 3 രൂപ 35 പൈസ വരെ കർഷകന് അധികമായി ലഭിക്കുന്ന രീതിയിലാണ് ഈ ക്രമീകരണം. 6.25% വീതം സൊസൈറ്റികൾക്കും ഡീലർമാർക്കും നൽകും. 2.5% മിൽമയ്ക്കും 0.75% ക്ഷേമനിധിയിലേക്ക് മാറ്റിവെക്കുകയാണ് ചെയ്യുക. ശേഷിക്കുന്ന 0.5% പ്ലാസ്റ്റിക് നീക്കം ചെയ്യൽ പ്രക്രിയകൾക്ക് നൽകാനാണ് തീരുമാനം. മുഖ്യമന്ത്രി VD സതീശനെ പാൽവില കൂട്ടുന്ന കാര്യം അറിയിച്ചുവെന്ന് മിൽമ ചെയർമാൻ KS മണി അറിയിച്ചു. ഇനി മിൽമ പാലിന് ലിറ്ററിന് 4 രൂപ വർദ്ധിച്ച് 56 രൂപയാകും. ഈ വില വർധനവ് കേരളത്തിലെ സാധാരണക്കാരുടെ പ്രതിമാസ ഭക്ഷണ ചെലവ് തീർച്ചയായും വർദ്ധിപ്പിക്കും. 3 വർഷത്തിന് ശേഷമാണ് പാൽവിലയിൽ വർധനമുണ്ടാകുന്നത്. കാലിത്തീറ്റയുടെയും കൂലിയുടെയും വർധനവ് കാരണം പ്രയാസത്തിലായിരുന്ന ക്ഷീര കർഷകരുടെയും പ്രാദേശിക യൂണിയനുകളുടെയും നിരന്തരമായ സമ്മർദ്ദത്തിന് ശേഷമാണ് ഈ തീരുമാനം ഉണ്ടായത്. വർധനവിലൂടെ ലഭിക്കുന്ന അധിക വരുമാനത്തിന്റെ ഭൂരിഭാഗവും കർഷകർക്ക് ലഭിക്കുമെന്നത് ആശ്വാസമാണെന്ന് അധികൃതർ അറിയിച്ചു. സർക്കാർ അധികാരമേറ്റയുടൻ പാലിന് വില വർദ്ധിപ്പിക്കുന്നത് എതിരഭിപ്രായം ഉണ്ടാക്കുമെങ്കിലും വില കൂട്ടിയില്ലെങ്കിൽ ക്ഷീര കർഷകരുടെ ഭാഗത്തുനിന്ന് എതിർപ്പുണ്ടാകും. വർദ്ധിപ്പിക്കുന്ന വിലയുടെ 83.75% കർഷകർക്ക് തന്നെ നൽകാനാണ് തീരുമാനം. പാൽവില വർദ്ധിപ്പിക്കാതെ മുന്നോട്ടു പോകാൻ സാധിക്കില്ല എന്ന് മിൽമ ചെയർമാൻ KS മണി പറഞ്ഞിരുന്നു. സർക്കാരിൽ നിന്നും അനുകൂല നിലപാടുണ്ടായാൽ വില വർധന ഉണ്ടാകുമെന്ന് അദ്ദേഹം അറിയിച്ചിരുന്നതുമാണ്. പാൽവില വർദ്ധിപ്പിക്കുന്നതിൽ തീരുമാനം വൈകുന്നതിൽ പ്രതിഷേധിച്ച് ബോർഡ് ആസ്ഥാനത്തിന് മുന്നിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. പാൽവില ലിറ്ററിന് 6 രൂപ വർദ്ധിപ്പിക്കണമെന്നതായിരുന്നു അവരുടെ ആവശ്യം. കടുത്ത വരൾച്ചയും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പാലിന്റെ വില ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ മേഖലാ യൂണിയനുകൾക്ക് പാൽ വിൽപ്പനയിൽ നഷ്ടം സംഭവിക്കുന്നുണ്ട്. പാൽ ഉൽപാദന ചെലവ് ഏറിയതിനാലും വരുമാനം കുറഞ്ഞതിനാലും കേരളത്തിലെ ക്ഷീര കർഷകർ പ്രയാസങ്ങൾ നേരിടുന്നു. ഉൽപാദനോപാധികളുടെ ഗണ്യമായ വില വർധനവ് കണക്കിലെടുത്തും ക്ഷീര കർഷകരെ ഈ മേഖലയിൽ പിടിച്ചു നിർത്തുന്നതിനും പാൽ വില വർധനവ് അത്യന്തം അനിവാര്യമാണെന്ന് മിൽമ പ്രസ്താവനയിൽ അറിയിച്ചു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസം മുതൽ പാൽ വില വർദ്ധിപ്പിക്കൽ നടപടികളിലേക്ക് മിൽമ ഔദ്യോഗികമായി കടന്നിരുന്നു. തുടർന്ന് വിദഗ്ധ സമിതി സമർപ്പിച്ച പഠന റിപ്പോർട്ടിന്റെയും കർഷകരുടെ കടുത്ത പ്രതിസന്ധിയുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വില പുതുക്കി നിശ്ചയിച്ചിരിക്കുന്നത്. കർഷകർക്ക് ആശ്വാസമേകുന്ന പ്രഖ്യാപനമാണെങ്കിലും സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് ഈ വില വർധനവ് വലിയ തിരിച്ചടിയാകും. പാലിന് വില കൂടുന്നതോടെ മിൽമ പുറത്തിറക്കുന്ന നെയ്യ്, തൈര്, വെണ്ണ, പേട എന്നിവയുൾപ്പെടെയുള്ള മറ്റ് പാലിതര ഉൽപ്പന്നങ്ങൾക്കും വരും ദിവസങ്ങളിൽ ആനുപാതികമായി വില വർദ്ധിക്കുമെന്ന് മിൽമ അധികൃതർ വ്യക്തമാക്കി. ഉൽപാദന മേഖലയെ സംരക്ഷിച്ചു നിർത്താൻ വില വർധനവ് അനിവാര്യമാണെന്നാണ് മിൽമയുടെ വാദം. എങ്കിലും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനിടയിൽ പാലിനും കൂടി വില കൂടുന്നത് ജനജീവിതത്തെ കൂടുതൽ സാരമായി തന്നെ ബാധിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.